വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈവനിങ് ഫുഡാണ്, രാത്രിയിലത്തെ ഫുഡാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള ഹോട്ടൽ അരുണ എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ. ഇതാണ് ഹോട്ടൽ അരുണ വെജിറ്റേറിയൻ. അപ്പോൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള എന്തെങ്കിലും സാധനം കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഇവിടെ ഒരു സുഹൃത്തുമുണ്ട്. സംഭവം ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ലാന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി തിരുവനന്തപുരംകാരൻ തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് പുള്ളി ഫുഡ് നേരത്തെ കഴിച്ചിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു അനുഭവമായിരുന്നു എന്നാണ് പറഞ്ഞത്. എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് നോക്കിയിട്ട് പറയാം. സംഭവം AC ഒക്കെയാണ്. ചാർജ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. കയറി നോക്കാം. ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു മഷ്റൂം മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള ചേട്ടനൊരു പൂരി സെറ്റാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. സംഭവം എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കിയിട്ട് പറയാം. നമുക്കുള്ള സാധനം വന്നിട്ടുണ്ട്. മഷ്റൂം മസാല ദോശ എത്തി. ഇതിനു മുമ്പ് ഞാൻ ഈ മഷ്റൂം മസാല ദോശ കഴിച്ചിട്ടുണ്ട് കോതമംഗലം ഉടുപ്പി ഹോട്ടലിൽ നിന്നാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവരുടെ സാധനം എങ്ങനെയുണ്ടെന്നുള്ളത് അറിയില്ല. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് പ്രൈസ് ലിസ്റ്റ് കാണാം. പ്രൈസ് ലിസ്റ്റ് കൂടെയുള്ള ചേട്ടന് കഴിക്കാനുള്ള സാധനം എത്തിയിട്ടുണ്ട്. പൂരിയാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ബില്ല് വന്നിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 366 രൂപയാണ്. മസാല ദോശ 180, പൂരി സെറ്റ് 100, അതുപോലെ തന്നെ വടയുടെ ഒരു 36, ലെമൺ ജ്യൂസ് 2 വാങ്ങിയത് 25 രൂപ വെച്ച് 50 രൂപ. അങ്ങനെ 366 രൂപയാണ് നമുക്ക് ബില്ലായിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഫുഡിൽ ഇവർ പ്രധാനമായിട്ട് പറയാനുള്ളത് ഒരു ഫെസിലിറ്റിയാണ്. അതായത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വന്ന് കഴിക്കാം. മഷ്റൂം മസാല ദോശ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഉടുപ്പിയിലാണ്. എങ്കിലും ഇതും കുഴപ്പമില്ല. നമുക്കൊരു എബോവ് ആവറേജ് എന്ന് പറയുന്ന ഒരു അനുഭവമാണ് മൊത്തത്തിൽ. തിരുവനന്തപുരം നഗരത്തിൽ കിട്ടാവുന്നതിൽ കുഴപ്പമില്ലാത്ത ഒന്ന് എന്ന് പറയാം. ഭീകരമായിട്ട് നല്ലതെന്ന് ഞാൻ പറയില്ല, എങ്കിലും മോശമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു ഫുഡിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.